തിരുവനന്തപുരത്ത് പാളയത്ത് കാറിന് മുകളിൽ മരക്കൊമ്പ് വീണൊരു അപകടമുണ്ടായിരിക്കുന്നു. 2 മാസം പ്രായമായ കുഞ്ഞടക്കം ഒരു കുടുംബത്തിലെ 4 പേർക്ക് പരിക്കേറ്റു. ഒരാളുടെ പരിക്ക് ഗുരുതരമെന്ന് വിവരം. പാർക്ക് ചെയ്ത കാറിന് മുകളിലാണ് മരക്കൊമ്പ് വീണത്. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരി, എപ്പോഴായിരുന്നു സംഭവം? വല്ലാത്തൊരു വീഴ്ചയാണ്. ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടോ കാറിൽ ഉണ്ടായിരുന്നവർക്ക്? ഇവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണോ, വണ്ടി നിർത്തിയപ്പോഴാണോ മരം വന്ന് വീണത്? അരുൺ, ഞാനിപ്പോൾ ആ സ്ഥലത്താണ് നിൽക്കുന്നത്. പാളയത്ത്, അതായത് പാളയം സംസം ഹോട്ടലിലേക്ക് അടുത്താണ്. ഇന്നലെ ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു 4 അംഗ കുടുംബം ഇവിടെ എത്തിയതാണ്. ആദ്യം ഇവിടെ പാർക്ക് ചെയ്ത ശേഷം ഇവിടെ അടുത്തുള്ള ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ച ശേഷം തിരികെ വന്ന് ഈ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് ഈ കാറ് എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോഴാണ് ഇവിടെ ഉണ്ടായിരുന്ന ആൽമരം, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ആൽമരത്തിൻ്റെ വലിയൊരു കൊമ്പ് ഈ കാറിന് മുകളിലേക്ക് പതിച്ചത്. കുടുംബത്തിലെ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. 2 വയസ്സുള്ള കുഞ്ഞടക്കം 4 പേർ. അതായത് കിരൺ എന്ന് പറയുന്ന ആൾ, ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ, ബന്ധുവായ മറ്റൊരു സ്ത്രീയെ, പിന്നെ ഈ കുഞ്ഞാണ് ഉണ്ടായിരുന്നത്. കിരണിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ ഗുരുതരമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റു 3 പേരുടെയും അവസ്ഥ അത്ര സാരമല്ല, അല്ലെങ്കിൽ അവരുടെ പരിക്ക് അത്ര സാരമല്ല എന്ന് മനസ്സിലാക്കുന്നു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് 4 പേരും ഉള്ളത്. ഏറെ നാളായി ഈ മരക്കൊമ്പ് ഇങ്ങോട്ടേക്ക് ചാഞ്ഞു നിൽക്കുന്നു. പല ആളുകളും പലപ്പോഴും പരാതി പറയാറുണ്ട്. ഇത്തരത്തിൽ വഴി വശത്തൊക്കെ നിൽക്കുന്ന മരക്കൊമ്പുകൾ ഈ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പം തന്നെ വഴി വശത്ത് നിൽക്കുന്ന ബസ് കാത്തു നിൽക്കുന്ന ആളുകളുടെ ഒക്കെ മുകളിലേക്ക് വീഴാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിൽ പലപ്പോഴും പരാതിപ്പെടാറുണ്ട്. പക്ഷെ അതത്ര കാര്യമായി ഗൗനിക്കാറില്ലാത്തതാണ്. പക്ഷേ ഇപ്പോൾ വലിയൊരു അപകടമാണ് ഉണ്ടായത്. എന്തോ ഭാഗ്യത്തിനാണ് ഇന്നലെ ആ കുഞ്ഞടക്കമുള്ളവർക്ക് കൂടുതലായി ഒന്നും സംഭവിക്കാതിരുന്നത്. ഈ മുൻ സീറ്റിലിരുന്ന കിരണിൻ്റെ അവസ്ഥ കുറച്ച് ഗുരുതരമാണെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡ്രൈവിംഗ് സീറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ തിരിച്ച് പോകാൻ നേരത്തെ കാർ എടുക്കുന്ന സമയത്താണ് ഈ മരക്കൊമ്പ് വീണത്. ഏകദേശം 9 മണിയോട് കൂടിയാണ് അപകടമുണ്ടായത്. പിന്നീട് തുടർന്ന് ഫയർഫോഴ്സ് സംഘം എത്തിക്കൊണ്ട് മരം മുറിച്ച് ഇവിടുന്ന് കാർ മാറ്റുകയായിരുന്നു. ഓടിക്കൂടിയ നാട്ടുകാരാണ് ഇവരെ ആദ്യം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. എന്തായാലും ആശുപത്രിയിൽ ചികിത്സയിലാണ് 4 പേരും. അരുൺ, ഓക്കെ, താങ്ക് യു. ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്. നഗരത്തിലാണ് കേട്ടു. ഇങ്ങനെയൊക്കെ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും? വണ്ടിക്കുള്ളിൽ കയറി ലോക്കുമായി ആ സമയത്ത് മുകളിൽ നിന്നൊരു മരക്കൊമ്പ് താഴേക്ക് വീഴുക, അല്ലേ? ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട്, റോഡരികിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരക്കൊമ്പുകളൊക്കെ പൊതയേണ്ടതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യുക. അതല്ലെങ്കിൽ ഇതേപോലെ ബുദ്ധിമുട്ടുണ്ടാവും. അയാളുടെ ഈ കിരൺ എന്ന് പറയുന്ന ആളുടെ അവസ്ഥ അല്പം ബുദ്ധിമുട്ടേറിയതാണ്, ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. രക്ഷപ്പെട്ടു വരട്ടെ. പാവം ആ കുടുംബം എത്ര സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കാൻ ഇറങ്ങിയതായിരിക്കും വൈകുന്നേരം.